ചേച്ചി നമ്മളിപ്പോ എവിടെയാണ്? നമ്മൾ ദുബായ്. അതെ, ദുബായിലുള്ള കുറെ അധികം. ഹലോ, മലയാളം അറിയോ? അറിയാലേ. നമുക്ക് അറബിയില് സുഖല്ലെന്ന് ചോദിക്കാം. എനിക്ക് ചേച്ചിക്ക് അറിയാം, അറബി അറിയാം. ഇവർക്കറിയാം. നിങ്ങൾ എന്ത് അറബി പാട്ടല്ലേ നിങ്ങൾ പാടിയത്? നിങ്ങൾക്ക് അറബി അല്ലേ? അറബി അറിയുമല്ലോ അല്ലേ? അറിയാം. ആ കുട്ടികള് ചില്ലറക്കാരി കുട്ടികളല്ല. എന്നാ സുഖല്ലെന്ന് എങ്ങനെ ചോദിക്കാ? സുഖാണെന്ന് എങ്ങനെ പറയൂ? അയ്യോ, അതെ, ഫുഡ് വിശക്കണമെന്ന് എങ്ങനെ പറയാ? ഇപ്പത്തെ ഏറ്റവും സമയത്തിന് പറ്റിയ സാധനല്ലേ വിശക്കണമെന്ന് എങ്ങനെ പറയും? വിശക്കുന്നു അറിയോ ആർക്കെങ്കിലും? ചേച്ചി പിള്ളേരെ കുഴപ്പിക്കുന്നു. വേണ്ട, ദുബായ് ഒന്നും അല്ലട്ടാ, നമ്മുടെ തൃശ്ശൂരാണ്. തൃശ്ശൂരിലെ പിള്ളേരാണ്. അതെ, നമുക്ക് വേണ്ടി തൃശ്ശൂർ ജില്ലക്ക് വേണ്ടി എ ഗ്രേഡ് വാങ്ങിച്ച പിള്ളേരാണ്. എന്റെ പോന്നെ കൈയടിച്ചോ. നിങ്ങൾ തന്നെ എ ഗ്രേഡ് മേടിച്ചു, നിങ്ങൾ തന്നെ കൈയടിക്കാം. എത്ര മാസത്തെ കഷ്ടപ്പാടാണ് മക്കളെ ഇത്. മൈക്കിൽ പറഞ്ഞു 2-3 മാസത്തെ കഷ്ടപ്പാട്. അപ്പൊ നമുക്ക് അറബി പാട്ടിലേക്ക് പോവാം. റെഡി അല്ലേ നിങ്ങള്? സലാമുൻ അലാ അഹ്ലി ഫലസ്തീനിൽ ശിബാൽ സയഉദു ഹഖൻ ഫീ അർളിൽ അഖ്സാ. സലാമുൻ അലാ അഹ്ലി ഫലസ്തീനിൽ ശിബാൽ സയഉദു ഹഖൻ ഫീ അർളിൽ അഖ്സാ. هذا بلد مرسى رسول دار القبلة أولى والقضية يا إخوان فلسطين 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 نرجوكم نصر العزة والشيمان ستقلق جيوش الصهيونية هيرا القدس لنا والأقصى لنا والله بعونه معنا ويحمينا جمع الأعداء لن تهزمنا يا بناء فلسطين فرحتنا العليا تحرير القدس من صهيون نتمنى عشان فلسطين هرة جلية عزالية أذبا هرية فهرة عزيزة أبدا أبدا. അടിപൊളി. പിന്നെ ചേച്ചി എല്ലാ അർത്ഥം മനസ്സിലായിട്ടാ, ചോദിക്കരുത്. മനസ്സിലായി, അതൊക്കെ മനസ്സിലായി. പക്ഷേ ചേച്ചി ഇവരുടെ കോസ്റ്റ്യൂമിനെ കാണുമ്പോ നമുക്ക് ഇവരുടെ കോസ്റ്റ്യൂമാണ് സ്ട്രൈക്ക് ആവുന്നത്. എന്തോ അവര് പറഞ്ഞിട്ടുണ്ട്, കോസ്റ്റ്യൂം എന്തോ സ്പെഷ്യൽ ആണ്. എന്താണ് കാരണം? അവര് തന്നെ പറയും. പലസ്തീനിന്റെ ഐക്യദാർഢ്യത്തിന് വേണ്ടിട്ട് ഇവിടെ മൊത്തം കലോത്സവ സന്ദേശമാണ് കേട്ടോ. അതെ, ഇപ്പോഴത്തെ പിള്ളേര് നമ്മള് വിചാരിക്കണ പോലെയല്ല. നമ്മൾ അവര് ഒട്ടും അപ്ഡേറ്റഡ് അല്ല എന്നൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെ. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു പാട്ട് പാടി തന്ന സ്ഥിതിക്ക്, നിങ്ങൾ എല്ലാവരും പാട്ടുകാരാണല്ലോ, നമുക്കൊരു സിനിമ പാട്ട് പാടി തരാൻ പറ്റുമോ? അതെ, കുറച്ച് ചോദിക്കേണ്ട താമസം. എല്ലാവരും റെഡിയാണ്? എന്തോ ലളിതഗാനം. അത് ശരി. അപ്പൊ ഇനി വേറെ വല്ല ഗാനത്തിനും കിട്ടിയ എന്തെങ്കിലും ഉണ്ടോ? ചേച്ചി അവർക്ക് കിട്ടിയ സമ്മാനങ്ങളൊക്കെ തൃശ്ശൂരിനുള്ളതാണ്. എല്ലാം കൂട്ടിയിട്ടുള്ള മക്കളാണിത് അല്ലേ? അപ്പൊ പാടാം, സിനിമ പാട്ട് പാടാൻ റെഡിയാണോ? ഇനിയും മത്സരിക്കാനുണ്ട് കേട്ടോ ചേച്ചി. നാളെയും ഉണ്ട്. ഇനി മത്സരത്തിന് പങ്കെടുക്കാനുള്ളവരും ഉണ്ട്. അടിപൊളി. അപ്പൊ നമുക്ക് ആ മൈക്ക് നമുക്ക് വീണ്ടും കൈമാറാം. നമുക്കൊരു അടിപൊളി പാട്ട്, നമുക്കൊരു ഡാൻസ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു വൈബ് പാട്ട്. പാവാട വീണം മേലാട വീണം പഞ്ചാര പനങ്കിളിക്ക് ഇക്കാന്റെ കരളേ ഉമ്മാന്റെ പൊരുളേ മുത്താണ് നീ നമുക്ക്. പാവാട വേണം മേലാട വേണം പഞ്ചാര പനങ്കിളിക്ക് ഇക്കാന്റെ കരളേ ഉമ്മാന്റെ പൊരുളേ മുത്താണ് നീ നമുക്ക്, മുത്താണ് നീ നമുക്ക്. കാഫുമല കണ്ട പൂങ്കാറ്റേ കാരക്ക നീ കൊണ്ട് വന്നാട്ടെ, കാരക്ക കായ്ക്കുന്ന നാടിന്റെ മധുപൂറും കിസ്സ പറഞ്ഞാട്ടെ. ചിരിച്ച് ചിരിച്ച് മണിയറയിൽ മാറൻ നിക്കണ നേരത്ത് മുത്തം കവിളത്ത് വേണ്ടെന്ന് ചൊല്ലി നീ കണ്ണ് പൊത്തണ ഹാലാണ്,
കണ്ണ് പൊത്തണ ഹാലാണ്. മുത്തേ സത്തേ എന്ന് വിളിക്കും കനുത്തുരാവ് ഇന്നാണ്. മരന്റെ കരളില് കുളിര് പകരണ നിക്കാഹ് രാവ് ഇന്നാണ്. ചേച്ചി നമ്മള് അവരുടെ സ്കൂളൊന്നും നമ്മൾ ചോദിച്ചില്ല, തൃശ്ശൂരുകാരല്ലേ, അപ്പൊ അവരുടെ സ്ഥലവും സ്കൂളൊക്കെ ചോദിക്കണം. തീർച്ചയായിട്ടും പറഞ്ഞോ, സ്കൂളിന്റെ പേര് പറഞ്ഞോ. അലിമുൽ ഇസ്ലാം പാടൂർ. ഓക്കെ, അപ്പം എന്തായാലും ഒരു അറബി സോങ്ങും അതേപോലെ തന്നെ ഒരു നല്ല സിനിമാ പാട്ടും പാടി എന്നതിന് ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ട്രോഫി തരികയാണ് ഗൈസ്. എല്ലാവരും കൈയടിച്ചോ. യെസ്, അപ്പോൾ നമ്മളുടെ ഡോക്ടർ റാണി മേനോൻ മാക്സ് വിഷൻ നൽകുന്ന ഒരു ട്രോഫിയാണ്. ഓക്കെ, എല്ലാവർക്കും കൊടുത്തു, എല്ലാവർക്കും കൊടുത്തോളൂ. ഓക്കെ, യെസ്, താങ്ക് യു. അപ്പം എന്തായാലും വളരെ സന്തോഷമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഓരോ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഇങ്ങനൊരു സന്ദേശവുമായി ഈ ഒരു കോസ്റ്റ്യൂം സെലക്ട് ചെയ്ത് ആ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വന്നതിലും പാടി തന്നതിനും ഒരുപാട് സന്തോഷം. താങ്ക് യു, ബൈ.